എല്ലാവർക്കും സ്വാഗതം. അബിയും ജലജയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂക്കൂട തുറക്കുന്ന സമയത്ത് നൈനേനെ പാമ്പ് കടിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പൂജ തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൂജ തുടങ്ങാൻ ഇനിയും സമയം എടുക്കുന്നൊക്കെ ജലജ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നത്, പൂജയ്ക്ക് എന്താ പങ്കെടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു മോനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ്റെ മുഖം ദൈവങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളേറെ തെറ്റ് നീ ചെയ്തിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ആദർശാണെങ്കിലും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം ഇവൻ അറിയാമെന്നിങ്ങനെ പറയും കേട്ടോ അബീനെ നോക്കിയിട്ട്. അപ്പോൾ അബിയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. അത് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു അബീനോട്, അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ അവനൊരു മറുപടി കൊടുക്കാതിരുന്നത്, നീ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ അവൻ ഓരോന്ന് പറയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ, ഞാൻ അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇന്നത്തോടുകൂടി അവൻ്റെ എല്ലാ സന്തോഷം പോവും, നയനേനെ പാമ്പ് കുത്തുമല്ലോ. അപ്പോൾ അതാണ് ടബി പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം അങ്ങ് പോയി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നൈനയാണെങ്കിലും അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ശേഷമാണെങ്കിൽ അവൾ എല്ലാവരുടെയും ഇങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റി, അതുപോലെ തന്നെ ബിസിനസ്സിലും കയറി കൊളുത്തി. അവൾക്ക് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇനിയിപ്പോൾ ആ ഭാഗ്യം എങ്ങാനും അവൾക്ക് ഉണ്ടായിട്ട് പാമ്പ് കുത്തുന്നത് വഴി മാറി പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ അബിയാണെങ്കിലും പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് അബി ഒന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അബിനോട് പറയും, നീ ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നിന്നെ സംശയിക്കുന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും ആ സംശയം നമ്മുടെ നേരെയൊക്കെ തന്നെ വരും, ഇനിയിപ്പോൾ ഞാൻ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അബി അവിടുന്ന് പോകുന്നത്. പിന്നീട് നന്ദുവിനെയും അനീനെയാണ് കാണിക്കുന്നത്. അബിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അബി ഇങ്ങനെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് വാച്ച് ചെയ്യണം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ ചീട്ട് എന്തായാലും കീറണം എന്നൊക്കെ തന്നെയാണ് അനീനോടും പറയുന്നത്. അപ്പോൾ ഇന്ന് പൂജ നടക്കുന്നതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ നന്ദു അനീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സച്ചി അതിലേ വരുന്നത് കേട്ടോ. അപ്പോൾ അയാളോടും സംസാരിക്കുന്നുണ്ടായിരുന്നു, നാട് വിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാട് വിട്ട് പോകണം, ഈ നിർബന്ധമൊന്നുമില്ലല്ലോ, ഈ നാട് ആർക്കും എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെയായിട്ട് സച്ചി ചോദിക്കുന്നത്. അപ്പോൾ സച്ചിനെ അപമാനിക്കുന്ന പോലെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ടായിരുന്നു, നീ ചെയ്തതിനൊക്കെ നിന്നെ ഇവിടുന്ന് തല്ലി ഓടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഞാൻ സസ്പെൻഷനിലാണ്, ഇനി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരേ സ്റ്റേഷനിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നന്ദുവിന് എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു അതുപോലെ തന്നിട്ട് ഞാൻ ആ തൊപ്പിയും വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവൾക്ക് പോരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നാട്ടിൽ നിൽക്കില്ല, നിന്നെ ഓടിക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കും അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയും അതുപോലെ തന്നെ സച്ചിൻ തമ്മിൽ നല്ല കൂട്ടാണെന്ന് അവർക്കറിയാം. ആ കാര്യം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവനിവിടെ നിൽക്കുന്നതിനെ ഇങ്ങനെ സൂക്ഷിക്കണം, അബിയാണെങ്കിൽ അവനോട് ഭയങ്കര അടുപ്പത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സച്ചിനും അബിയും കൂടെ സംസാരിക്കുക തന്നെയാണ്. അപ്പോൾ സച്ചിനാണെങ്കിലും നന്ദും അനീനെയും കണ്ടപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങനെ എന്നെ അപമാനിച്ചു, അപ്പോൾ അതിനിങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ നന്ദു കരയുള്ളൂ, അവർ രണ്ടുപേരും ഇപ്പോഴും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് പറയുമ്പോൾ, നൈനേനെ ആണെങ്കിലും നന്ദുവിന് ജീവനാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ നൈനേനെ പാമ്പ് കടിച്ചാലും ഒരേപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നൈനേനെ തന്നെ പാമ്പ് കടിക്കണം, എന്നാലേ അനന്തപുരിയിലൊരു ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അബി പറയുന്നത്. പിന്നീട് നന്ദു ആണെങ്കിലും നന്ദുവിനാണെങ്കിലും ഇപ്പോൾ നല്ല സംശയമുണ്ട്, അന്ന് കള്ളക്കടത്ത് സ്വർണം ഞാൻ ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റത് അതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം, അവൾ ഇങ്ങനെ ഇപ്പോഴത്തെ നടപ്പും ഭാവമൊക്കെ കണ്ടാൽ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിനും നന്ദുവിനോട് നല്ല ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, ഇതിനൊക്കെ ഒരു തിരിച്ചൊരവസരം കിട്ടിയാൽ ഞാൻ കൊടുക്കും എന്ന് പറയുന്നിട്ടാട്ടോ സച്ചിനെ അവിടുന്ന് പോകുന്നത്. പിന്നീട് ദേവയാനിയാണെങ്കിൽ ചന്തുമോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്തുമോൾക്കാണെങ്കിലും ഇങ്ങനെ കുഞ്ഞാവ് വരാനായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് വരാൻ തിടുക്കായിട്ടുണ്ട് മോൾക്കാണെങ്കിലും. അപ്പോൾ ജയൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞാവ് വരും, പക്ഷേ കുറച്ച് സമയം എടുക്കും കേട്ടോ എന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞാവ് ഉണ്ടല്ലോ, പക്ഷേ ആ കുഞ്ഞാവയുടെ അടുത്തേക്ക് മോൾക്ക് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ, നൈനയമ്മയുടെ കുഞ്ഞാവ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോളായിരിക്കും കേട്ടോ അതിനെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവയാനി മോൾക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നൈനയാണെങ്കിലും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഘ്നേശ്വരന് മാലയൊക്കെ എടുത്ത് ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിയും നൈനയും ദേവയാനിയും മുത്തശ്ശിയാണ് കേട്ടോ ആ പൂജാമുറിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഇങ്ങനെ വരികയാണ്. നൈന പൂജ തുടങ്ങുന്നല്ലേ ഉള്ളൂ. പിന്നീട് ഇങ്ങനെ ജലജയാണെങ്കിലും ആ പൂജാമുറിയുടെ അവിടെ ഉള്ളിലേക്ക് കയറാതെ പുറത്തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. എന്തായി എന്നറിയില്ലല്ലോ, നൈന പൂക്കൂടെ തുറക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണല്ലോ അവർ. അപ്പോഴാണ്
അബി അങ്ങോട്ട് വരുന്നത്, സച്ചിനെയൊക്കെ കണ്ടിട്ട് വരുന്നത്. അപ്പോൾ നീ എവിടെ പോയി കിടക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൂജ തുടങ്ങിയോ എന്ന് ചോദിക്കൂ കേട്ടോ. എന്തായെന്നൊന്നും അറിയില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് അബീനെയും വിളിച്ചുകൊണ്ട് പിന്നീട് അബിയും ജലജയും പൂജാമുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിലും ആ ഡോറിൻ്റെ അവിടെ തന്നെയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും നല്ല ടെൻഷനുണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ആ പൂക്കൂട നോക്കുന്നുണ്ട്. നൈനയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ആ പൂക്കൂട അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, മോളെ പൂക്കൂട അവിടെ വെച്ചിട്ട് ആ ഒരു മാലയും കൂടി എടുത്ത് വിഘ്നേശ്വരന് ചാർത്ത് എന്ന് പറയും. അപ്പോൾ നൈന ആ പൂക്കൂട അവിടെ വെക്കും കേട്ടോ. എന്നിട്ട് ആ മാല എടുത്തിട്ട് വിഘ്നേശ്വരന് ചാർത്തി കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയാടാ നിൻ്റെ പാമ്പ്, ഇന്നവളെ കുത്തുമല്ലോ എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ദേവയാനിയും ചന്തുമോളൊക്കെ വരികയാണ് കേട്ടോ. അമ്മ ഇതുവരെ കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞില്ലേ എന്നൊക്കെ നയന അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്തുമോളും ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവളെ കൊത്തിയില്ലെങ്കിലും ഇതിനെങ്കിലും കൊത്തിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ അഭി മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. ആദർശനും എനിക്കെതിരെയുള്ള തെളിവാണല്ലോ അതെന്ന്. അപ്പോൾ ദേവയാനിയല്ല ജലജയാണെങ്കിലും മനസ്സിലോർക്കുന്നത് ദേവയാനിയെങ്കിലും കൊത്തിയാൽ മതിയായിരുന്നു എന്നാട്ടോ. പിന്നീട് മുത്തശ്ശനും ജയനും അതുപോലെ തന്നെ അജയനും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അനിയും ആദർശും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശനോടാണെങ്കിലും മോളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. മുത്തശ്ശിയോ ഒരാൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആദർശൻ അനിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ജലജ ഇങ്ങനെ അഭിനോട് പറയുന്നുണ്ടായിരുന്നു, 2 പേരെ ഒരുമിച്ച് കൊത്തുകയാണെങ്കിൽ ഞാൻ ആ പാമ്പിന് ഇങ്ങനെ ക്ഷേത്രം പണിത് കൊടുക്കുന്നു അറിയട്ടോ. അപ്പോൾ അഭിയാണെങ്കിലും ജലജനോട് മിണ്ടായിരിക്കാൻ പറയാണ് കേട്ടോ. പിന്നീട് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ജലജേനോടാണെങ്കിലും ആ പൂക്കൂട എടുത്ത് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ. പൂക്കൂടയുടെ മൂടിയൊന്ന് തുറന്നു കൊടുക്കുക മോൾക്ക് പൂക്കൾ എടുക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഞാനോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ജാനകി അതൊന്ന് എടുത്ത് കൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നിന്നോടല്ലേ അമ്മ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിരുന്നു, ഇതൊക്കെ വെറും വയറ്റിലല്ലേ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എനിക്കും ഈ വീട്ടിൽ ഒരു കുഞ്ഞ് വരുന്നത് ഒരു നല്ല കാര്യം തന്നെയല്ലേ, ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ കുഞ്ഞ് വരാൻ കാത്തിരിക്കുകയാണല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജലജേനയാണെങ്കിലും അജയൻ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനി പൂക്കൂട തുറന്നു തരാമെന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, വേണ്ട അമ്മയെ ഞാൻ തന്നെ എടുത്തോളാന്ന്. എന്നിട്ട് നൈന ആ പൂക്കൂട എടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിനെന്താ ഇത്ര ഭാരം, ഇന്നലെ ഇത് കൊണ്ടുവച്ചപ്പോൾ ഇത്രയും ഭാരം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇതിൽ പൂക്കൾ കൊണ്ടിട്ടോ എന്ന് പറയും. അപ്പോൾ അഭിയും ജലജയും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ഇങ്ങനെ നല്ല വിളഞ്ഞ സാധനമല്ലേ അതിലുള്ളത് എന്നിങ്ങനെ പറയൂ കേട്ടോ. രണ്ടുപേരും എന്നെ പാമ്പും കുത്തുന്ന കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നൈന ആ പൂക്കൂട തുറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പാമ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു പൂവിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ എന്ന്. അങ്ങനെ നൈന അതിൽ നിന്ന് കുറച്ച് പൂവെടുക്കും. പിന്നീട് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും ആ പൂക്കൂടയും കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് കുറച്ച് പൂക്കൾ എടുക്കുന്നുണ്ടായിരുന്നു ദൈവങ്ങൾക്ക് ഇങ്ങനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് എടുക്കും. ജലജേൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ജലജ പെട്ടെന്ന് അതിൽ നിന്ന് കുറച്ച് അങ്ങ് എടുക്കും കേട്ടോ. എന്നിട്ട് ജലജ അഭിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് നിൻ്റെ പാമ്പ് എന്ന് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, പാമ്പ് പുറത്ത് ചാടിയെന്നാണ് തോന്നുന്നതെന്ന് പറയും. അപ്പോൾ പാമ്പാണെങ്കിലും പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോയുടെ അവിടെ ഇങ്ങനെ പാമ്പിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.